പെൻറ്റഗൺ നൽകുന്ന കണക്ക് പ്രകാരം ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ അതീവ ഗുരുതരമായി പരിക്കേൽക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള അമേരിക്കക്കാരെന്ന് പറയുന്നത് 15 പേരാണ്. അവരൊരു ലിസ്റ്റും കൊടുത്തു 15 പേരുടെ. അമേരിക്കൻ സെൻട്രൽ കമാൻഡ്, USA സെൻട്രൽ കമാൻഡും പറയുന്നത് ഈ 15 പേരുടെ പേരാണ്. അത് ശുദ്ധ കള്ളത്തരമാണെന്നാണ് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഏജൻസി ആയിട്ടുള്ള ദ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന ആ പബ്ലിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പബ്ലിക്കേഷൻ പറയുന്നത്. അവർ പറയുന്നത് വളരെ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞേക്കുന്നത് ഈ സീസ് ഫയർ ആദ്യം ഏപ്രിൽ നടപ്പിൽ വന്നല്ലോ 2026. ആ സീസ് ഫയറിൻ്റെ സമയത്ത് വന്നേക്കുന്ന കണക്കെന്ന് പറയുന്നത് എന്താ അറിയോ, 318 പേര് കൊല്ലപ്പെടുകയോ അതീവ ഗുരുതരമായി പരിക്കേൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കക്കാർ ആ കണക്ക്. പക്ഷേ ആ കണക്ക് പുറത്തു വരുത്തില്ല. പെൻറ്റഗൺ അതിൽ നിന്ന് കുറച്ച് പേരുടെ പേരെടുത്തിട്ട് ഒരു 15 പേരുടെ പേരങ്ങ് പബ്ലിഷ് ചെയ്തു. ഇത്രയും പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ യുദ്ധത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് പേരുടെ കണക്കുകൾ ഇല്ല. അപ്പോൾ ഈ ഇൻ്റർസെപ്റ്റ് പറഞ്ഞേക്കുന്നത്, അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത് അനുസരിച്ച് അതൊരു ബോംബ് ഷെല്ലായിട്ട് വീണേക്കാണ് അമേരിക്കയിൽ. അതായത് ഇപ്പോൾ ആദ്യം അത്രയും പേരാണ് മരിച്ചത്, കൊല്ലപ്പെട്ടത്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ അവസാനം, അതായത് ലാസ്റ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ 750 പേരാണ് കൊല്ലപ്പെടുകയോ അതീവ ഗുരുതരമായി പരിക്കേൽക്കപ്പെടുന്നത്. വെച്ചാൽ മരിച്ചതിന് തുല്യമായിട്ടുള്ള ആളുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അതിനകത്ത് പറഞ്ഞ ഇൻ്റർസെപ്റ്ററിന് പറഞ്ഞ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വളരെ രസകരമായ കാര്യം. അയാൾ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ കണക്ക് 15 എന്നാണ്. 15 പറയാൻ പറ്റുള്ളൂ. അതാണ് എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആംഡ് ഫോഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ മിലിറ്ററി അവർ ഇതിങ്ങനെ ഒളിച്ചു വെക്കാൻ കാര്യം എന്താണ്? കാരണം വലിയ പ്രശ്നമാണ്, വലിയ പബ്ലിക് ഔട്ട്ക്രൈ ഇതിനെതിരെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേര്, അതായത് പണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ജോൺസൺ അഡ്മിനിസ്ട്രേഷൻ എന്ന്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺസൺ അഡ്മിനിസ്ട്രേഷൻ ഇതിനെ കണക്കുകൾ മറച്ചു വെച്ചു, അമേരിക്കൻ കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അമേരിക്കക്കാർ വിധി എഴുതി. അതിൻ്റെ കാരണം ഈ അമേരിക്കക്കാർ അത് കൊല്ലപ്പെട്ട വിയറ്റ്നാമീസിൻ്റെ പേര് പെരുപ്പിച്ച് കാണിക്കുകയും കൊല്ലപ്പെട്ട അമേരിക്കക്കാരുടെ പേര് വളരെ കുറച്ച് കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പരാതി വന്നത്. അത് അത്ര വലിയ ബന്ധപ്പാട് വന്നു. ഇവിടെ യഥാർത്ഥ നമ്പർ പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ, അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെതിരെ വളരെ വലിയ ജനരോഷം ഉണ്ടാവും. അത് കൂടാതെ ആ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ പൊട്ടിത്തെറി ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ, ഈ കള്ളത്തരം പറഞ്ഞതിൻ്റെ. അതായത് വളരെ വലിയൊരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു വലിയ ഉദ്യോഗസ്ഥൻ, അതായത് ഡേവിയസ് എന്ന് പറയുന്ന മേജർ സോഫ്റ്റ്ലി ഡേവിയസ് എന്ന് പറയുന്ന സിഗ്നൽസ് ഓഫീസർ, അദ്ദേഹത്തിനെ കുവൈറ്റിലേക്ക് നിയോഗിച്ചിരുന്നു. കുവൈറ്റിൽ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തെന്നറിയോ, അവിടെ അതിദാരുണമായിട്ട് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ, അതായത് ഈ മേജർ ഡേവിയസിൻ്റെ പേര് ഈ 15 പേരുടെ ലിസ്റ്റിലില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ട് അയാളില്ല. അപ്പോൾ നമ്പേഴ്സിൽ മാത്രമല്ല കള്ളത്തരം കാണിക്കുന്നത്, ഈവൻ ആളുകളുടെ ഐഡൻറ്റിറ്റി പോലും കള്ളമാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, പുറത്ത് വന്നേക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ ആദ്യം വന്ന ഇൻ്റർസെപ്റ്റിൻ്റെ കണക്കൊക്കെ അനുസരിച്ച് 13 അമേരിക്കൻ ബേസസ്, അതായത് ഈ 8 രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസും 8 രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ, അങ്ങനെയുള്ള 13 ഏതാണ്ട് ടോട്ടലി നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. വളരെ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പണറി ഉപയോഗിച്ച് ഇറാൻ അത്
13 എണ്ണമെന്നാണ് അതിൻ്റെ കണക്ക് ആദ്യം വന്നത്. പക്ഷേ ഇപ്പം കണക്ക് മാറി വന്നു. ഇപ്പം 16 ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. 16 മാത്രമല്ല, ഈ ടോട്ടലി ഡാമേജ് ചെയ്തെന്ന് പറയേണ്ട കാര്യം എന്തെന്നറിയോ? അവിടെ ഉള്ള അമേരിക്കൻ അത് അവർക്ക് ഉപയോഗിക്കാൻ വയ്യാത്ത വിധമായി, പറ്റാത്ത വിധമായി. അത്ര ടോട്ടൽ ഡാമേജാണ് ഉണ്ടായിട്ടുള്ളത്. 16 അമേരിക്കൻ ബേസുകൾ. എന്നിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ ബേസുകളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറല്ല. കാരണം അവിടെ ലൈഫ് റിസ്ക്കാണ് തിരിച്ചു പോകാൻ. അവിടെ ഉള്ള ആളുകൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. ഇപ്പോൾ അവർ ഹോട്ടലുകളിലിരുന്ന്, ഇപ്പോൾ റിമോട്ട് കൺട്രോളാണ് യുദ്ധം. അപ്പോൾ അമേരിക്കയുടെ യുദ്ധം മനസ്സിലായി എങ്ങനെയാണെന്ന്. ഹോട്ടലിലിരുന്നാണ് ഈ അമേരിക്കൻ സോൾജേഴ്സ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്, അല്ലാതെ ഈ അമേരിക്കൻ ബേസുകളിലല്ല. കാരണം അമേരിക്കൻ ബേസുകൾ 16 മുഴുവനായും ഉപയോഗശൂന്യമായിട്ട് പോയി എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കാം. അതായത് എത്രയോ കോടികളാണ് പോയിരിക്കുന്നത്. അത് ഇതിൻ്റെയൊക്കെ നമ്മൾ കണക്കാക്കുന്നതിൻ്റെ, അതായത് കണക്കുകൾ, ഓരോ കണക്ക് ഇവരങ്ങ് പറയുക. $25 ബില്യൺ ആദ്യം നഷ്ടം വന്നതെന്ന് അമേരിക്കയ്ക്ക് ചിലവായെന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് അധികമാണെന്നറിയാം. ഈ പറഞ്ഞ കണക്കുകളൊക്കെ CNN ശരിവെക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചേക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ USS ജെറാൾഡ് ഫോർഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ 75 യുദ്ധവിമാനങ്ങളെ ക്യാരി ചെയ്യാൻ പറ്റും അതിന്. അതേപോലെ തന്നെ 5000 സെയിലേഴ്സാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അതിൽ പെട്ടെന്നാണ് ഈ ഒരു പുക പൊട്ടിപ്പുറപ്പെട്ടത്. തീ പിടുത്തം ഉണ്ടായിട്ട് ഒരു പുക വന്നു. അതിനെക്കുറിച്ച് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെയും പെൻറ്റഗണിൻ്റെയും വിശദീകരണം എന്ന് പറയുന്നത്, അത് അറ്റാക്ക് കൊണ്ടൊന്നും വന്നതല്ല, അതിനകത്ത് ഒരു ആക്രമണം കൊണ്ടൊന്നും ഉണ്ടായതല്ല, അവരുടെ ലോണ്ടറിയിലുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണെന്നാണ്. പക്ഷേ അതിനകത്ത് 200 പട്ടാള സെയിലേഴ്സ്, നാവികർ, അവർ സീരിയസ്ലി ഇഞ്ചുവേർഡായി. സ്മോക്ക് കൊണ്ട് അവർ ചികിത്സയിൽ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. 600 പേർക്ക് അവരുടെ ഉറക്കറകൾ നഷ്ടപ്പെട്ടു, 600 സെയിലേഴ്സിന്. അപ്പോൾ ഈ കപ്പൽ നിർമ്മിച്ചേക്കുന്നത് 13 ബില്യൺ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ്. ഇതിൽ നിന്ന് ഒരൊറ്റ എയർക്രാഫ്റ്റിനും പിന്നെ പൊങ്ങാൻ പറ്റിയിട്ടില്ല. അത് സൂത്രത്തിൽ ഇത് നന്നാക്കാനെന്നുള്ള, അതിന് മൈനർ റിപ്പയറിന് എന്നുള്ള രീതിയിൽ അവിടുന്ന് നേരെ ക്രേറ്റിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ചെങ്കടലിൽ നിന്ന് അതിനെ വിഡ്രോ ചെയ്ത് അങ്ങ് കൊണ്ടുപോയി. അത് യുദ്ധമുഖത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല പിന്നെ. കാരണം യുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇതിനെ റിമൂവ് ചെയ്തേക്കുന്നത്. ആ ഗതികേട് പോലും അമേരിക്കയ്ക്ക് വന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇതിനെതിരെ ഈ വലിയ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ പുറപ്പെട്ടേക്കാണ്. ഇൻ്റർസെപ്റ്റിൻ്റെ ഈ ലേഖനം വെളിയിലേക്ക്, ഈ കണ്ടെത്തൽ, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വെളിയിലേക്ക് വന്നതോടുകൂടി ഈ അമേരിക്കയുടെ പൊള്ളത്തരവും കള്ളത്തരവും ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ പ്രശ്നമുണ്ടാകും, ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ശരി, ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായേക്കുന്ന നഷ്ടം വൻ നഷ്ടമാണ്. ഇറാനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. വിയറ്റ്നാമിന് ചെയ്തതുപോലെ വിയറ്റ്നാമിലുണ്ടായതിനേക്കാൾ വലിയ നാശമാണ് അമേരിക്കൻ മിലിറ്ററിക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം വരുത്തി വച്ചേക്കുന്നത്. തിരിച്ചറിയണം.